ശ്രീ രാജേഷ് ചിറപ്പാട്, ഇവിടെ കെ.എസ്. അരുൺകുമാർ സൂചിപ്പിച്ചു വ്യക്തമായി വിശദമായി. അതായത് വികസനം, ഈ 10 വർഷം കൊണ്ടുണ്ടാക്കിയ വികസനമാണ് ഞങ്ങളുടെ കൈമുതലായി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്, അവതരിപ്പിക്കുന്നത്. ഇതിൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുമ്പോട്ട് പോകുന്ന പ്രക്രിയയും തങ്ങൾ ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ചെറിയൊരു തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഗംഭീരമായി അത് ജനങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് ഇടതുപക്ഷത്ത്. പക്ഷേ UDFിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ആ പ്രോസസ്സ് വർഗീയതയാണ്. അതായത് തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞു. പക്ഷേ ഓരോ സമുദായ നേതാക്കന്മാരുടെയും അടുത്ത് പോയ കണക്ക് അവർ പറഞ്ഞു, മണിക്കൂറുകളുടെ എണ്ണം, എത്ര മണിക്കൂറാണ് തിണ്ണ നിരങ്ങിയതെന്ന്. അതൊക്കെ പൊളിഞ്ഞു വീഴുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം പോയി അവർ മാറ്റി, അത് അവർ പോലും പറയാത്തതാണ്, അതിലേക്ക് എത്തുന്നു. പിന്നീട് KM ഷാജി എന്ന, അതായത് ശശികല ടീച്ചർ എന്ന് പറയുന്ന ശശികല പറയുന്നത് പോലെയുള്ള വർഗീയത മുസ്ലിം ലീഗിലും UDFിലും ഇരുന്ന് പറയുന്ന KM ഷാജിയെ അഴിച്ചുവിടുന്നു. KM ഷാജിയുടെ ആ 2 വാക്കുകൾ, 2 വ്യത്യസ്ത പർപ്പസുകളിൽ അദ്ദേഹം പറഞ്ഞ, KM ഷാജി പറഞ്ഞ വർഗീയ പരാമർശങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ രാജേഷ് ചിറപ്പാടിലേക്ക് എത്താം. രാജേഷ് ചിറപ്പാട്, ഞാൻ എത്താം KM ഷാജിയിലേക്ക്. മതമല്ല വ്രതം എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് 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 വ്രതം. മറ്റൊന്ന് കൂടിയുണ്ട്. അതായത് 9.5 വർഷം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് നേടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ മുസ്ലിം ലീഗും UDFും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കേണ്ട കാര്യമില്ല, മുസ്ലിം ലീഗ് ഈ കൊടിയങ്ങ് അഴിച്ചു മാറ്റിയാൽ മതി, ഇത് പറയുന്ന KM ഷാജിയുടെ വാക്കുകൾ. ഞാൻ ചോദിക്കട്ടെ, ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല, നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം, അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടമാവണം. അതാണ് പച്ചയായ വർഗീയത പറയുകയാണ്. മുസ്ലിം ജനസാമാന്യത്തിന് 9.5 വർഷം അവർക്ക് മാത്രമായി എന്താണ് നഷ്ടമായത് എന്ന് പറയണം, 1. 2, അത്തരത്തിൽ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് ഭരിച്ചപ്പോൾ എന്താണ് മുസ്ലിം സമുദായത്തിന് ചെയ്തു കൊടുത്തത് എന്നത് പറയണം. 3, ഇതൊന്നും ചെയ്തു കൊടുക്കാതെ 5ാം മന്ത്രിക്ക് വേണ്ടി ചരട് വലിച്ചവർ, ഇത്തരത്തിൽ വരേണ്യ വർഗത്തിന് വേണ്ടി മാത്രം ചരട് വലിച്ചവർ ഇന്ന് വർഗീയത കൂട്ടി വോട്ടാക്കാൻ മുസ്ലിം സമുദായത്തെ ഉപയോഗിക്കുകയാണ്. രാജേഷ് ചിറപ്പാട്, അതല്ലേ യഥാർത്ഥത്തിൽ ഷാജിയുടെ വാക്കുകളുടെ അർത്ഥം? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ UDF പറയുന്നത് വലിയൊരു വിസ്മയം തീർത്തുകൊണ്ട് ഇവിടെ UDF അധികാരത്തിലേറും എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ തരത്തിലുള്ള വർഗീയത ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ, ഇന്ത്യക്ക് തന്നെ മാതൃകയായ കേരളത്തെ, മതനിരപേക്ഷത, ജനാധിപത്യബോധം, ഉയർന്ന സാക്ഷരത, ഇങ്ങനെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കേരളം എന്ന് പറയുന്ന ചെറിയൊരു സംസ്ഥാനത്തെ വർഗീയവാദത്തിലൂടെ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള വളരെ കുൽസിതമായ പ്രവർത്തനങ്ങൾ UDF ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ പലതരത്തിലുള്ള തെളിവുകളാണ് പല നേതാക്കന്മാരിൽ നിന്നും, UDF നേതാക്കന്മാരിൽ നിന്നും കൃത്യമായി പുറത്തേക്ക് വരുന്നത്. ഇതിനേക്കാൾ വലിയ വർഗീയ വിഷം ചീറ്റുന്ന വാക്കുകൾ ഇനി കേരളം കാണാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ എന്താണ്, പുള്ളി രാഷ്ട്രീയ വനവാസത്തിന് പോകുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ച് പോകുമെന്നാണ് പറഞ്ഞത്. എന്ത് തരം രാഷ്ട്രീയ ബോധമാണ് അദ്ദേഹത്തിനുള്ളത്, എന്ത് തരം സാമൂഹിക പ്രവർത്തനമാണ് അദ്ദേഹത്തിനുള്ളത്? അത് അപ്പം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ തോറ്റത് കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുക, ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു നിലപാടല്ല ഇടതുപക്ഷത്തിനുള്ളത്. ഇടതുപക്ഷം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. പക്ഷേ കേരളത്തിലെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കാരണം മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ മനുഷ്യരും, അതായത് മതവിശ്വാസികളായിട്ടുള്ള ഭൂരിഭാഗം ജനങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ വർഗീയ കൂട്ടുകെട്ടിനെ തോൽപ്പിക്കേണ്ടതായിട്ടുള്ള വളരെ ചരിത്രപരമായ ഉത്തരവാദിത്വമാണുള്ളത്. മതമല്ല പ്രശ്നം, ബാക്കി എന്താ പറയാത്തത്?
ബാക്കി പറയുന്നില്ലല്ലോ. ഏത് ചരിത്ര സന്ദർഭത്തിലാണ്, കേരളത്തിൻ്റെ ഏത് ചരിത്ര സന്ദർഭത്തിലാണ് അങ്ങനെ ഒരു മുദ്രാവാക്യം കേരളത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനം DYFI മുന്നോട്ട് വെച്ചതെന്നുള്ളത് പരിശോധിക്കണം. അവർക്കതൊന്നും പരിശോധിക്കേണ്ട. ഈ വർഗീയ വിഷം ചീറ്റുന്നവർ വൈകാരികമായി ജനങ്ങളുടെ സങ്കുചിതമായ മതചിന്തകളെ ഉണർത്തിവിടുന്നതിന് വേണ്ടി ചരിത്രവിരുദ്ധവും ഒരുപാട് നുണകളും ചരിത്രവിരുദ്ധവുമായ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചരിത്രപരമായ വസ്തുതയുടെ വെളിച്ചത്തിലല്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള വർഗീയ ശക്തികൾ, ശക്തികളുടെ, ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വർഗീയ ശക്തികളുടെ, അപ്പം തീവ്രവാദ ശക്തികളുടെ ഇടപെടലുണ്ടാകുകയും അവർ നാട് നീളെ അവരിലൂടെയാണ് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ വിമോചനം എന്ന് പറയുകയും ചെയ്തപ്പോൾ അതിന് വിരുദ്ധമായി നിൽക്കുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ ആളുകൾ അതിനെതിരെ അതുപോലെ തന്നെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള പിന്നെ ഇവരുടെ അന്ത്യം ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യമാണല്ലോ. അപ്പോഴാണ് DYFI പോലുള്ള ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, അതാണ്. അപ്പോ മറ്റുള്ളവർ പറഞ്ഞു ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിലൂടെ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ രണ്ടു കൂട്ടരും പരസ്പരം വർഗീയമായ പോളറൈസേഷൻ ഉണ്ടാക്കി, വർഗീയമായ തുടർച്ചയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് തീവ്രവാദങ്ങളെയും കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ആ രീതിയിൽ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള തരത്തിൽ, അത് ആ രീതിയിൽ പരിഹരിക്കാനുള്ളതല്ല അവരുടെ ഉദ്ദേശം. പരിഹരിക്കുക എന്നുള്ളത് അവരുടെ ഉദ്ദേശമേ അല്ല. ഒരു കാരണവശാലും ഒരു പ്രശ്നവും പരിഹരിക്കാൻ പാടില്ല. കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ വർഗീയമായിട്ടുള്ള പിന്നെ ചേരിതിരിവുണ്ടാക്കുക, ജനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വികാരത്തെ, അത് റിലീജിയസ് ഇമോഷനെ ആണ് അവർ പിടിക്കുന്നത്. അത് പിടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ കേരളത്തിൽ അത് അങ്ങനെ എളുപ്പത്തിൽ നടക്കില്ല. കാരണം കേരളം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സവിശേഷമായിട്ടുള്ള പലതരത്തിലുള്ള പ്രത്യേകതകളാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അടക്കം പിന്നെ വലിയ വേരോട്ടമുള്ള ഒരു ദേശമാണ് കേരളം. അപ്പോൾ UDFകാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ ആര് നശിച്ച് കാണണമെന്നാണ്, ആരില്ലാതാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കേരളത്തിൻ്റെ മതനിരപേക്ഷത ഇല്ലാതാകണമെന്നോ, കേരളത്തിൻ്റെ ജനാധിപത്യ പാരമ്പര്യം ഇല്ലാതാകണമെന്നോ, കേരളം ഇന്നുവരെ ആർജിച്ചെടുത്തിട്ടുള്ള വലിയ നേട്ടങ്ങൾ, ലോകത്തിന് തന്നെ മാതൃകയായ നേട്ടങ്ങൾ, അതിൻ്റെ തുടർച്ച ഇല്ലാതാകണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയും എന്തും പറഞ്ഞ് വോട്ട് നേടുക. KM ഷാജിയെപ്പോലുള്ള ആളുകളെല്ലാം ഇങ്ങനെ ഒരു ലജ്ജയുമില്ലാതെ പറയുമ്പോൾ നിയമപരമായ നടപടികളാണ് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. അറിയാമോ? നിയമപരമായ നടപടി എടുക്കണം. കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ സമൂഹം ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നിയമപരമായ നടപടി എടുക്കാനുള്ള കേസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ വളരെ ക്യാബിനറ്റ് പദവിയുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന, ജനാധിപത്യത്തിൽ വലിയ പദവി വഹിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം നിരന്തരമായി ഈ നുണകളുടെ വലിയൊരു ഘോഷയാത്രയാണ്. മതരാഷ്ട്രവാദമില്ലാതെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. അവർക്ക് മതരാഷ്ട്രം അത് പറഞ്ഞു കഴിഞ്ഞ് എന്നിട്ട് പറയാണ് BD സതീശൻ പറയുന്ന നുണ എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരെ പോയി കണ്ടെന്ന് ഒരിക്കലും നടന്നിട്ടില്ല. ചരിത്രപരമായി നടക്കാത്ത ശുദ്ധ നുണ പറയുകയാണ്. ഇതുപോലുള്ള നുണകൾ ഒരു മാധ്യമ പ്രവർത്തകരും പത്രസമ്മേളന മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഞാൻ കേട്ടതാണ്. അപ്പോൾ BD സതീശൻ ഇങ്ങനെ ഓരോ നുണകൾ പറയുമ്പോൾ ഇത് അങ്ങനെയല്ലോ സാർ എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ പോലും ചോദിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കൈരളിയിലെ ആളുകളെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഞാനത് കണ്ടെന്ന് അധിക്ഷേപവും പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരു മുൻവിധിയോടുകൂടി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അല്ല അപ്പോൾ ഇങ്ങനെ പ്രതിപക്ഷ നേതാവിന് ചേർന്നിട്ടുള്ള ഒരു പരിപാടിയല്ല പുള്ളി ചെയ്യുന്നത്, ഒരു ആക്റ്റല്ല പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലുള്ള ജനങ്ങൾ കാണുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അതെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിസ്മയങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ശശി തരൂരും കോൺഗ്രസും തമ്മിൽ വലിയ സംഘർഷത്തിലാണെന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? എല്ലാ മനുഷ്യർക്കും അറിയാം. അപ്പം അതൊരു വസ്തുതയാണ്. അദ്ദേഹം വളരെ ഉന്നതനായ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡൻ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള സംഘർഷം ശശി തരൂരും കോൺഗ്രസും തമ്മിലുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ പോലെ ലീഡറുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് വസ്തുതയാണ്. അപ്പം ഈ വിസ്മയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. വിസ്മയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ വിസ്മയങ്ങൾ നടക്കാൻ പോവുകയാണ്. മൂന്നാമതും LDF ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇതാണ് വിസ്മയം, വാഴുന്ന വിസ്മയമാണ്. ഇതാണ് ഞാൻ പറയുന്നത്, വളരെ ഉത്തരവാദിത്വം കൂടിയാണ് പറയുന്നത്. വാഴുന്ന വിസ്മയം, UDFൻ്റെ വിസ്മയമല്ല,
വാഴുന്ന UDF-ന്റേത് വീഴുന്ന വിസ്മയവും LDF-ന്റേത് വാഴുന്ന വിസ്മയവുമാണ്. തീർച്ചയായും